ഇവിടെ KPCC മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ട്. മറ്റൊരു പെൺകുട്ടി കൂടി പരാതി കൊടുത്തു. KPCCക്കാണ് പരാതി കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. സഹായിക്കാൻ കൂടെ ആളുണ്ടായിരുന്നു. അത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഫെനി നൈനാൻ. അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട നഗരസഭയിൽ UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ചെയ്യുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും കോൺഗ്രസ് നേതാക്കളും മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് പെൺകുട്ടി പരാതി നൽകിയത് KPCCക്ക് എന്ന്? എത്ര നാൾ പരാതി പോക്കറ്റിലിട്ട് നടന്നു KPCC പ്രസിഡന്റ്? കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന് പോക്കറ്റിൽ കൈയിട്ട് കാണിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം പറയണം പെൺകുട്ടി നൽകിയ പരാതി എത്ര ദിവസമാണ് പോക്കറ്റിലിട്ട് നടന്നത് എന്ന്, ആരോടും പറയാതെ ആരെയും കാണിക്കാതെ കൊണ്ടു നടന്നത് എന്ന്. ഇപ്പോൾ DGPക്ക് കൈമാറി. ഗത്യന്തരമില്ലാതെയാണ് DGPക്ക് കൈമാറിയത്. മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലായിരുന്നുവെങ്കിൽ, പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരാതി KPCCക്ക് കൈമാറുമായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ക്രൂരമായ ബലാത്സംഗമാണ് 23-കാരിക്കെതിരെ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൂടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, ഒത്താശ ചെയ്തു കൊടുക്കാൻ, കാറിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ, വീട്ടുമുറ്റത്ത് കൊണ്ടുവിടാൻ, എല്ലാറ്റിനും കൂടെ ഉണ്ടായിരുന്ന ഫെനി നൈനാൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്തയാൾ. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. പത്തനംതിട്ട നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ആര് നൽകി സീറ്റ്? രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലാണ് KPCCയിൽ സമ്മർദ്ദം ചെലുത്തി ഫെനി നൈനാന് സീറ്റ് വാങ്ങിക്കൊടുത്തത്. എന്ത് സ്വാധീനമാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് KPCCയിൽ എന്ന് നോക്കണം. ഒറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. എപ്പോഴാണ് KPCC പ്രസിഡന്റിന്റെ കയ്യിലേക്ക് പെൺകുട്ടിയുടെ പരാതി ലഭിച്ചത്? അത് വെളിപ്പെടുത്താൻ KPCC പ്രസിഡന്റ് തയ്യാറാകണം. എത്ര ദിവസം പരാതി പോക്കറ്റിലിട്ട് നടന്നു KPCC പ്രസിഡന്റ്? നേരത്തെ KPCC പ്രസിഡന്റിന്റെ ഒരു ദൃശ്യം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അപ്പോൾ KPCC പ്രസിഡന്റ് പോക്കറ്റിൽ കൈയിട്ട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന്, ഞാൻ എടുത്ത് കാണിച്ചു തരാം എന്ന്. എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകരെ, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ കളിയാക്കുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വരുന്ന ചോദ്യത്തോട് പോലും അസഹിഷ്ണുതയോടെ പെരുമാറുന്ന KPCC നേതൃത്വം മറുപടി പറഞ്ഞേ തീരൂ. എപ്പോഴാണ് പരാതി ലഭിച്ചത്? എത്ര ദിവസം പോക്കറ്റിലിട്ട് നടന്നു? എത്ര ദിവസം ആരും കാണാതെ കൈവശം വെച്ചു? അവസാനം മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് ഇപ്പോൾ DGPക്ക് കൈമാറാൻ തയ്യാറായത്. മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും പോക്കറ്റിൽ കിടക്കുമായിരുന്നു ഈ പരാതി, പെൺകുട്ടിയുടെ പരാതി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പോക്കറ്റിൽ. അതിനു മുമ്പ് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുമ്പോൾ മുമ്പൊരിക്കൽ പറഞ്ഞു ഒരു പരാതിയും KPCCക്ക് ലഭിച്ചിട്ടില്ല എന്ന്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. പരാതി നൽകിയിരുന്നു. ഈ സംഭവങ്ങളൊക്കെ KPCC പ്രസിഡന്റിന് അറിയാമായിരുന്നു. അതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞു KPCC പ്രസിഡന്റ് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും KPCCക്ക് പരാതി നൽകുന്നത്. അതുകൊണ്ടാണ് KPCCക്കും AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകുന്നത് എന്നാണ് 23-കാരി, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരി പറയുന്നത്. അപ്പോൾ പരാതി നേരത്തെ ലഭിച്ചിരുന്നു. എപ്പോൾ? പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പരാതി ലഭിച്ചിരുന്നോ KPCCക്ക്? അതിനു മുമ്പാണോ പെൺകുട്ടി പരാതി നൽകിയത്? പറയേണ്ടതുണ്ട് KPCC പ്രസിഡന്റ്. 2024 നവംബർ 20-നാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് ഒരു മാസം മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും, യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ 2024 ഒക്ടോബർ മാസത്തിൽ പരാതി ലഭിച്ചിരുന്നോ? അല്ല, അതിനു മുമ്പാണോ പരാതി ലഭിച്ചത്? അതല്ല, പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷമാണോ പെൺകുട്ടിയുടെ പരാതി ലഭിച്ചത് എന്ന കാര്യം KPCC പ്രസിഡന്റ് വ്യക്തമാക്കണം. ഇപ്പോൾ പുറത്തു വന്ന വിവരമനുസരിച്ച് 2024 നവംബറിന് മുമ്പ് തന്നെ, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ KPCCക്ക് പരാതി നൽകിയിരുന്നു. പെൺകുട്ടി എന്തിന് മൂടിവെച്ചു? ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടും
എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കി? ഈ പരാതി മാത്രമല്ല, കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിരുന്നു, തൻ്റെ മകളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് എന്തിന് പാലക്കാട് സീറ്റ് നൽകി? അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ഹീന കൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് KPCC നേതൃത്വം ചെയ്തത്. അതിൽ കുറ്റക്കാരൻ KPCC പ്രസിഡന്റ് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിന് മറുപടി പറയേണ്ടതുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പരാതി ലഭിച്ചിട്ടും എന്തിന് മൂടിവെച്ചു? അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിന് പാലക്കാട് മത്സരിക്കാൻ അവസരം നൽകി എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. KPCC നേതൃത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ക്രിമിനൽ സ്വഭാവമുള്ള ഈ വ്യക്തിയെ എന്തിന് MLA ആക്കി? എന്തിന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാക്കി? എന്തിന് കോൺഗ്രസിന്റെ വക്താവാക്കി? എന്തിന് കോൺഗ്രസിന്റെ യുവതുർക്കി എന്ന പരിവേഷം നൽകി കോൺഗ്രസ് നേതാക്കൾ കൊണ്ടു നടന്നു? ഈ ചോദ്യത്തിനൊക്കെ മറുപടി പറയണം. ഇപ്പോൾ DGPക്ക് പരാതി കൈമാറിയിട്ടുണ്ട്, നല്ല കാര്യം. അത് KPCC അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയതല്ല, മാധ്യമങ്ങളിൽ വാർത്ത നൽകിയത് കൊണ്ട് മാത്രം നൽകിയതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴും ഈ അവസരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാനാണ് നമ്മുടെ KPCC ശ്രമിക്കുന്നത്, KPCC നേതാക്കൾ ശ്രമിക്കുന്നത് എന്നോർക്കുമ്പോൾ ഈ KPCC കോൺഗ്രസ് നേതൃത്വം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എങ്ങോട്ടാണ് പോകുന്നത് എന്നത് അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കി നിൽക്കാൻ കഴിയൂ. ഇങ്ങനെയൊക്കെ അധപ്പതിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത്. DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട, പോലീസ് അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന് കൂടുതൽ കുരുക്കാകും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതും കൂടി, ഈ പരാതി കൂടി ശ്രദ്ധയിൽപ്പെടുത്തും മജിസ്ട്രേറ്റിന്റെ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നാലെ തന്നെയുണ്ട് പോലീസ്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിനടുത്ത് വെച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നിരുന്നാലും ഇന്ന് തന്നെ പിടിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പോലീസ് സേന മുന്നോട്ട് പോകുന്നത്. ഏതായാലും KPCC നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയേണ്ട ചോദ്യങ്ങളുണ്ട്. എപ്പോഴൊക്കെയാണ് KPCCക്ക് പരാതി ലഭിച്ചത്? ആ പരാതി എന്തിന് മുക്കി KPCC നേതൃത്വം എന്ന്.